ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ ബി എഡിൻ്റെ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റിയുടെ ഏപ്രിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഫസ്റ്റ് മാർക്ക് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വൺ, വാട്ട് ഡിസ്റ്റിങ്വിഷസ് ജെൻഡർ ഫ്രം സെക്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യൽ കൺസ്ട്രക്ട്സ്. അതായത് സോഷ്യൽ കൺസ്ട്രക്ട്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ ജെൻഡറിനും സെക്സിനും എന്താണ് ഡിഫറെൻറ്റ്? നമുക്ക് ഓൾറെഡി അറിയാം, സെക്സ് എന്ന് പറയുന്ന ബയോളജിക്കൽ ഡിഫറൻസസ് ആണ്. അതിൽ ക്രോമസോംസ്, ഹോർമോൺസ്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഇതൊക്കെ വരാം. ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് റോൾസ്, ബിഹേവിയേഴ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ആണ്, which is assigned to males and females, and that's different across cultures and time. അതായത് സോഷ്യൽ കൺസ്ട്രക്റ്റ് എന്ന രീതിയിൽ സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കലാണ്, ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. ഇതിൽ പറയേണ്ടത് പ്രൊവൈഡ് 2 എക്സാമ്പിൾസ് ഓഫ് കോമൺ ജെൻഡർ സ്റ്റീരിയോടൈപ്സ്. ഇപ്പോൾ ജെൻഡർ സ്റ്റീരിയോടൈപ്സ് എന്നുള്ള ടോപ്പിക് കണ്ടപ്പോൾ നമ്മൾ 1-2 ഡിസ്കസ് ചെയ്തിരുന്നു. ബോയ്സ് സ്ട്രോങ് ആണ് ആൻഡ് ദേ ഷുഡിൻ ക്രൈ, ഗേൾസ് ആർ ഇമോഷണൽ ആൻഡ് സ്യൂട്ടഡ് ഫോർ ഹൗസ് ഹോൾഡ് വർക്ക്. ഇത് 2 കോമൺ ആയിട്ടുള്ള ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ആണ്. What is the role of schools in reinforcing safety for girl students? ഗേൾസ് സ്റ്റുഡൻസിന് സേഫ്റ്റി റീഇൻഫോഴ്സ് ചെയ്യുന്നതിൽ സ്കൂൾസിൻ്റെ റോൾ എന്താണ്? ഇപ്പോൾ സ്കൂൾസിന് എങ്ങനെ ഈ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുക, അതായത് സെപ്പറേറ്റ് ടോയ്ലറ്റ്, സേഫ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കൊടുക്കുക, പിന്നെ ആൻറ്റി ഹറാസ്മെൻറ്റ് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക, പിന്നെ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷനെ കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അടുത്ത, ഹൗ ഡു ജെൻഡർ റോൾസ് ഇൻഫ്ലുവൻസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്? ജെൻഡർ റോൾസ്, അത് ജെൻഡർ സോഷ്യലി അസൈൻഡ് റോൾസ് എങ്ങനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇപ്പോൾ ജെൻഡർ റോൾസ് ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ആണ് മെയിലിനും ഫീമെയിലിനും കൊടുക്കുന്നത്. മെന്നിന് ബ്രെഡ് വിന്നേഴ്സ്, അതായത് പ്രൊവൈഡേഴ്സ് എന്നുള്ള രീതിയിലും, അതായത് പുറത്ത് പോയി ജോലി സമ്പാദിച്ച് വരുന്ന ആളുകൾ എന്നുള്ള രീതിയിലും, വുമണിനെ കെയർ ഗീവേഴ്സ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അത് ഡിവിഷൻ ഓഫ് ലേബർ, ഡിസിഷൻ മേക്കിംഗ്, സോഷ്യൽ എക്സ്പെക്റ്റേഷൻസിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ എനി 2 മേജർ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വുമൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്ത്രീകൾ നേരിടുന്ന 2 പ്രധാന പ്രശ്നങ്ങൾ. ഒന്ന് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഇൻഇക്വാലിറ്റി, രണ്ടാമത്തേത് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ. അത് ഡൊമസ്റ്റിക് വയലൻസ് ആവാം, ഹറാസ്മെൻറ്റ് ആവാം, പലതും ആവാം. സജസ്റ്റ് എനി 2 ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ ദി ക്ലാസ് റൂം ഫോർ ജെൻഡർ ഇക്വാലിറ്റി. ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വം നിലനിർത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ 2 പ്രാക്ടീസസ് ചെയ്യാം? ഒന്ന്, എൻകറേജ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ആക്ടിവിറ്റീസ്. എല്ലാ ആക്ടിവിറ്റീസിലും ഈക്വൽ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ 2 ജെൻഡറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടെന്ന് ഉറപ്പാക്കുക. രണ്ടാമത്തത്, യൂസ് ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ് ആൻഡ് ഇൻക്ലൂസീവ് ടീച്ചിങ് മെത്തേഡ്സ്. ഇൻക്ലൂസീവ് ടീച്ചിങ് മെത്തേഡ്സ് ഉപയോഗിക്കുക, ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജ് യൂസ് ചെയ്യാം. പാർട്ട് ബി, 2 മാർക്സ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ജെൻഡർ റോൾസ് മാനിഫെസ്റ്റ്, വിച്ച് മീൻസ് മാർക്ക്ഡ് ഓർ എവിഡൻറ്റ് വിത്തിൻ ദ ഫാമിലി സ്ട്രക്ചർ. ഫാമിലി സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എത്രത്തോളം വിസിബിൾ ആയിട്ട് ജെൻഡർ റോൾസ് കാണാം എന്നുള്ളതാണ്. ഇപ്പോൾ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് ഫാമിലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ബേസ്ഡ് ഓൺ ജെൻഡർ. അതായത് മിക്കവാറും പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു വീട്ടിൽ മുറ്റടിക്കാനും അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആരെയും ഏൽപ്പിക്കാം? ഗേൾസിനായിരിക്കും ഏൽപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ ട്രഡീഷണലി മെൻ ആർ സീൻ ആസ് ബ്രെഡ് വിന്നേഴ്സ് ആണ്, ഡിസിഷൻ മേക്കേഴ്സ് ആണ്, അതോറിറ്റി ഫിഗേഴ്സ് ആണ്, വൈൽ വുമൺ ആർ എക്സ്പെക്റ്റഡ് ടു പെർഫോം ഡൊമസ്റ്റിക് വർക്ക്, കെയർ ഗീവിങ് ആൻഡ് ചൈൽഡ് റെയറിങ്. ഈ റോൾസ് എല്ലാം സോഷ്യലൈസേഷനിലൂടെയും കൾച്ചർ നോംസിലൂടെയും പാട്രിയാർക്കിയിലൂടെയും റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അതൊരു കുട്ടിയുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ജെൻഡർ ഫ്രം എൻ ഏർലി ഏജ് തന്നെ സംഭവിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഫാമിലി സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു ഡിവിഷൻ പലപ്പോഴും ജെൻഡർ റോൾസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയാണ് എന്നുള്ള ഒരു ഊട്ടിയുറപ്പിക്കൽ നടക്കുന്നുണ്ട്. ഹൗ ഡു ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഇൻഫ്ലുവൻസ് ജെൻഡർ ഡിസ്പാരിറ്റി ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. അതായത് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെയാണ്, പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയുന്നത് എങ്ങനെയാണ് ജെൻഡർ അസമത്വത്തിനെ, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസിലുള്ള ജെൻഡർ അസമത്വത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ജെൻഡർ സ്റ്റീരിയോടൈപ്സിൽ പറയും ഗേൾസ് വീക്കാണ്, ബോയ്സ് ആർ ബെറ്റർ ഇൻ അക്കാദമിക്സ് ആൻഡ് കരിയേഴ്സ് എന്ന് പറയുന്നത് ഒരു അൺഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആണ് എഡ്യൂക്കേഷനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഫാമിലി എന്ത് ചെയ്യും, കൂടുതൽ ബോയ്സ് എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യും. പലപ്പോഴും ഗേൾസിന് റെസ്ട്രിക്റ്റഡ് സബ്ജക്ട് ചോയ്സസ് ആയിരിക്കും, ഏർലി മാരേജ് ആയിരിക്കും, ഹയർ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റീരിയോടൈപ്സ് പലപ്പോഴും അവർക്ക് അസസ് ചെയ്യാനോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ അച്ചീവ്മെൻറ്റ് നേടാനൊന്നും പറ്റുന്നില്ല, അതിനൊക്കെ ഒരു തടസ്സമായി നിൽക്കുകയാണ്. അപ്പോൾ അത് ജെൻഡർ ഡിസ്പാരിറ്റി എഡ്യൂക്കേഷനിൽ എന്തായാലും ഉണ്ടാക്കും. Give any 2 examples of gender-based discrimination and harassment faced by girls in schools. ഇപ്പോൾ ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷനും ഹറാസ്മെൻറ്റും കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതിന് എക്സാമ്പിൾസ് വെച്ചിരിക്കും. അപ്പോൾ പിയർ ഗ്രൂപ്പിൽ നിന്ന് തന്നെ കിട്ടാം. ഇപ്പോൾ ബോയ്സും ഗേൾസും ഉള്ളൊരു മിക്സഡ് സ്കൂളൊക്കെ ആണെങ്കിൽ അവരെ ടീസ് ചെയ്യാം, ബുള്ളി ചെയ്യാം, പാസിങ് സെക്സസ്റ്റ് കമൻസ് ഒക്കെ സംഭവിക്കാം. അപ്പോൾ അത് അവരുടെ കോൺഫിഡൻസേയും മെൻ്റൽ വെൽബീങ്ങിനെയും ബാധിക്കും. പിന്നെ സ്പോർട്സ് ലീഡർഷിപ്പ് റൂൾസ് അല്ലെങ്കിൽ ക്ലാസ് റൂം പാർട്ടിസിപ്പേഷനിൽ നിന്നൊക്കെ അവരെ എക്സ്ക്ലൂഡ് ചെയ്യാം. അപ്പോൾ അവരുടെ ഓപ്പർച്യൂണിറ്റീസിനെ അത് ലിമിറ്റ് ചെയ്യുന്നുണ്ട്, അതും ഇൻഇക്വാലിറ്റി റെയിൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പീരിയൻസസ് ഒക്കെ വളരെ അൺസേഫും അൺഈക്വലുമായിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്.
വൈ സ്കൂൾ കൺസിഡർ ആസ് എ മിനിയേച്ചർ സൊസൈറ്റി? അതായത് സമൂഹത്തിൻ്റെ ഒരു പ്രതിരൂപമായിട്ട് എന്തുകൊണ്ടാണ് സ്കൂളിനെ കൺസിഡർ ചെയ്യുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ സ്ട്രക്ചർ, വാല്യൂസ്, നോംസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ദ ലാർജർ സൊസൈറ്റി. ഒരു ലാർജർ സൊസൈറ്റിയുടെ സ്ട്രക്ചർ, വാല്യൂസ്, നോംസ്, ആ ഡൈവേഴ്സിറ്റി ഒക്കെ നമുക്കൊരു സ്കൂളിലും കാണാം. സ്റ്റുഡൻസ് ഇവിടെ പിയർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളായിട്ടും ടീച്ചേഴ്സും ഒക്കെ ആയിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഡിസിപ്ലിൻ, കോപ്പറേഷൻ, ലീഡർഷിപ്പ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നേടുന്നത്. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് വാല്യൂസ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ പ്രാക്ടീസ് ചെയ്യുന്നതും ഇവിടെയാണ്. അപ്പോൾ ഒരു റിയൽ ലൈഫ് സോഷ്യൽ പാർട്ടിസിപ്പേഷന് വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത് സ്കൂളാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു പ്രതിരൂപം തന്നെയാണ്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു ചെറിയൊരു അംശം തന്നെയാണ് സ്കൂൾ എന്ന് പറയുന്നത്. കാരണം ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് സ്റ്റെപ്സ് ക്യാൻ ബി ടേക്കൺ ടു പ്രൊമോട്ട് ജെൻഡർ സെൻസിറ്റിവിറ്റി ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഇപ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. എല്ലാ ജെൻഡറും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഒരു അവയർനെസ്. അപ്പോൾ ആ ജെൻഡർ സെൻസിറ്റിവിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എസെൻഷ്യലാണ് ഫോർ ക്രിയേറ്റിംഗ് ആൻ ഇൻക്ലൂസീവ്, ഇക്വിറ്റബിൾ ആൻഡ് റെസ്പെക്ട്ഫുൾ ലേണിംഗ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ജെൻഡർ ഇക്വാലിറ്റി, നോൺ ഡിസ്ക്രിമിനേഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ ഓൾ ജെൻഡേഴ്സ്, ensuring equal opportunities for both girls and boys. സോ ജെൻഡർ സെൻസിറ്റിവിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള, ഈക്വൽ ആയിട്ടുള്ള ഒരു റെസ്പെക്ട്ഫുൾ ലേണിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മനസ്സിലാക്കുക എന്താണ് ജെൻഡർ ഇക്വാലിറ്റി, എന്താണ് നോൺ ഡിസ്ക്രിമിനേഷൻ, എങ്ങനെ വേർതിരിവ് കാണിക്കാതിരിക്കാം, എങ്ങനെ എല്ലാ ജെൻഡേഴ്സിനെയും റെസ്പെക്റ്റ് ചെയ്യാം, രണ്ടുപേർക്കും ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഉറപ്പാക്കുക. അപ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോൾ തന്നെയാണ് പ്ലേ ചെയ്യുന്നത് ഈ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്സും വാല്യൂസും ബിഹേവിയേഴ്സും ഒക്കെ ഷേപ്പ് ചെയ്യുന്നതിൽ. അപ്പോൾ ഇതിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കരിക്കുലവും പെഡഗോജിയും ഇൻക്ലൂഡ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്സും ടീച്ചിങ് മെറ്റീരിയൽസും ജെൻഡർ സ്റ്റീരിയോടൈപ്സിനെ അവോയ്ഡ് ചെയ്യണം. ഒരു പോസിറ്റീവ് റെപ്രസെൻറ്റേഷൻ ഓഫ് ബോത്ത് ജെൻഡേഴ്സ് ആണ് കൊടുക്കേണ്ടത്. ടീച്ചേഴ്സും എന്ത് ചെയ്യണം? ഇൻക്ലൂസീവ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദ ക്ലാസ് റൂം ഡിസ്കഷൻസ് ഉറപ്പാക്കണം. ലീഡർഷിപ്പ് റോൾസ് ആൻഡ് ആക്ടിവിറ്റീസ്, ട്രെയിനിങ് പ്രോഗ്രാംസും വർക്ക്ഷോപ്പും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ടീച്ചർമാരുടെ ഇടയിലും അത്യാവശ്യമാണ്. ടു ഡെവലപ്പ് ജെൻഡർ അവയർനെസ് എമംഗ് ടീച്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ് ഷുഡ് ആക്ട് ആസ് റോൾ മോഡൽസ്. ഇപ്പോൾ യുനെസ്കോ പറയുന്ന പ്രകാരം ജെൻഡർ സെൻസിറ്റീവ് എഡ്യൂക്കേഷനാണ് ഈ സമൂഹത്തിലുള്ള പല മുൻവിധികളെയും എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതും ഇക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നതും. മറ്റൊരു കീ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സേഫ് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്കൂൾ എൻവയോൺമെൻറ്റ് കൊടുക്കുക. സ്കൂൾസ് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഫോർ ഗേൾസ്, പ്രോപ്പർ സാനിറ്റേഷൻ, സേഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സെക്യൂർ ക്യാമ്പസസ്. അത് അവരുടെ സേഫ്റ്റിയും കംഫർട്ടിനും ഉറപ്പാക്കണം. ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസീസ് അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ആൻറ്റി ഹറാസ്മെൻറ്റ് ആൻഡ് ആൻറ്റി ബുള്ളിങ് പോളിസീസ് വേണം. അത് നമുക്ക് ജെൻഡർ ബേസ്ഡ് വയലൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എതിർക്കാനായിട്ട് പറ്റും. അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം ജെൻഡർ റൈറ്റ്സിനെ കുറിച്ചും സെക്ഷൽ ഹറാസ്മെൻറ്റ് ലോസിനെ കുറിച്ചും അതുപോലെ തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസീസിനെ കുറിച്ചും ഇതൊക്കെ റെഗുലറായിട്ട് കണ്ടക്ട് ചെയ്യണം. സോ മലാല യൂസഫായി പറഞ്ഞ പോലെ വി കനോട്ട് ഓൾ സക്സീഡ് വെൻ ഹാഫ് ഓഫ് അസ് ആർ ഹെൽപ് ബാക്ക്. ഇത് ആ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ക്രിയേറ്റിംഗ് സേഫ് സ്പേസ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷനാണ് കാണിക്കുന്നത്. അതിന് പുറമെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ വളരെ അത്യാവശ്യമാണ്. സ്കൂൾസ് ഗേൾസിനെ സ്പോർട്സ്, സയൻസ്, ലീഡർഷിപ്പ് റോൾസ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യണം. ബ്രേക്കിംഗ് ദ ട്രഡീഷണൽ സ്റ്റീരിയോടൈപ്സ്, കരിയർ ഗൈഡൻസ് പ്രോഗ്രാംസ് ഒക്കെ മോട്ടിവേറ്റ് ചെയ്യണം. നോൺ ട്രഡീഷണൽ റോൾസിനെ പിന്തുടരാൻ, ഫോളോ ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കണം. അതുപോലെ തന്നെ സച്ചാസ് ഗേൾസ് ഇൻ സ്റ്റെം ഫീൽഡ്സിലേക്കൊക്കെ കുട്ടികളെ എൻകറേജ് ചെയ്യണം. ബോയ്സ് ഇൻ കെയർ ഗീവിംഗ് പ്രൊഫഷൻസിലേക്കും ബോയ്സിനെയും നമുക്ക് എൻകറേജ് ചെയ്യാം. പാരൻസിനെയും കമ്മ്യൂണിറ്റീസിനും അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കണം. ഈ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കൾച്ചറൽ നോംസ് ആൻഡ് ജെൻഡർ ബയസസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് ഫോർ ഗേൾസ്, മിഡ് ഡേ മീൽസ്, ഫ്രീ എഡ്യൂക്കേഷൻ സ്കീംസ് ഒക്കെ ജെൻഡർ ഇക്വാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കരിക്കുലം റിഫോം വേണം, ടീച്ചർ ട്രെയിനിങ് വേണം, സേഫ് എൻവയോൺമെൻറ്റ്സ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് വേണം, ആൻഡ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് വേണം. എങ്കിൽ മാത്രമാണ് നമുക്കൊരു ജസ്റ്റ്, ഇൻക്ലൂസീവ് ആൻഡ് പ്രോഗ്രസീവ് സൊസൈറ്റി ലീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 4 മാർക്കിൻ്റെ. ഹൗ ഡസ് പാട്രിയാർക്കി ഇമ്പാക്ട് ദ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ റോൾസ് ഇൻ എ ഫാമിലി? പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സോഷ്യൽ സിസ്റ്റമാണ്. ഇവിടെ മെയിൽ ഡോമിനൻസ് ആണ്, അല്ലെങ്കിൽ ദ മെൻ ഹോൾഡ് ഡോമിനൻറ്റ് പവർ ആൻഡ് അതോറിറ്റി ആൻഡ് ദേ ആർ കൺട്രോളിങ് ഫാമിലി, പ്രോപ്പർട്ടി, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. So it plays a very significant role in shaping gender roles within family. അത് പലപ്പോഴും ഇൻഇക്വാലിറ്റിയിലേക്കും ഡിസ്ക്രിമിനേഷനിലേക്കും അതുപോലെ തന്നെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, അത് ഈക്വൽ ആയിട്ടല്ല റെസ്പോൺസിബിലിറ്റി ഡിവിഷൻ അവിടെ നടക്കുന്നത് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ.
അപ്പോൾ ജെൻഡർ റോൾസ് അണ്ടർ പാട്രിയാർക്കി എന്ന് പറയുന്നത് എന്താണ്? അതൊരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ്. അതിനെ നമ്മൾ സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ത്രൂ കൾച്ചറൽ നോംസ്, ട്രഡീഷൻസ് ആൻഡ് സോഷ്യലൈസേഷൻ പ്രോസസ്സസിലൂടെയാണ്. ഒരു പാട്രിയാർക്കൽ ഫാമിലി സ്ട്രക്ചറിൽ മെന്നിനെ ടിപ്പിക്കലി നമ്മൾ കാണുന്നത് ബ്രെഡ് വിന്നേഴ്സ് ആണ്, ഹെഡ്സ് ഓഫ് എ ഫാമിലി ആൻഡ് ഡിസിഷൻ മേക്കേഴ്സ്. വുമണിന് ഡൊമസ്റ്റിക് വർക്ക്, കെയർ ഗിവിങ് ആൻഡ് ചൈൽഡ് റെയറിങ്. ഇത് തന്നെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഇവിടെ എന്ത് അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്? ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലാണ്. പലപ്പോഴും സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻസ് ഇവിടെ അണ്ടർ വാല്യൂഡ് ആണ്, അൺപെയ്ഡ് ആണ്. അപ്പോൾ ഗേൾസിനെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ സോഷ്യലൈസ് ചെയ്യാണ് അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണ് ടു അഡോപ്റ്റ് ഒരു സബ്മിസീവ് ആയിട്ടുള്ള മറ്റൊരാൾ പറയുന്നത് കേട്ട് ശീലിക്കാൻ വേണ്ടി നർച്ചറിങ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് റോൾസിൽ നിൽക്കാൻ. ബോയ്സിനെ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആവാനും അസേർട്ടീവ് ആവാനും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് വാദിച്ചെടുക്കാനും ഡോമിനൻ്റ് ആവാനും പഠിപ്പിക്കണം. സോ BR അംബേദ്കർ പറയുന്ന പോലെ ദ കൺട്രോൾ ഓഫ് ദി വുമൺ ഈസ് സെൻട്രൽ ടു മെയിൻറ്റെയിനിങ് സോഷ്യൽ ഹൈറാർക്കീസ് ഇൻക്ലൂഡിങ് കാസ്റ്റ് ആൻഡ് ജെൻഡർ ഇൻഇക്വാലിറ്റി. കാസ്റ്റ് ഇൻഇക്വാലിറ്റി, കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആണെങ്കിലും ജെൻഡർ ഇൻഇക്വാലിറ്റി ആണെങ്കിലും അതിൻ്റെയൊക്കെ കോർ ഐഡിയ എന്ന് പറയുന്നത് സ്ത്രീകളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിലൂടെ സോഷ്യൽ ഹൈറാർക്കി മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ പാട്രിയാർക്കി പലപ്പോഴും ഡിസിഷൻ മേക്കിംഗ് പവറിനെയും ആക്സസ് ടു റിസോഴ്സസ് വിത്തിൻ ദ ഫാമിലി തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പലപ്പോഴും മെന്നാണ് ഫിനാൻഷ്യൽ റിസോഴ്സസും എഡ്യൂക്കേഷൻ ഡിസിഷൻസും മൊബിലിറ്റിയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വളരെ ലിമിറ്റഡ് ഓട്ടോണോമിയാണ് സ്ത്രീകൾക്കുള്ളത്. അത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പല ഫീൽഡിലുമാണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ന്യൂട്രീഷൻ അവിടെ എപ്പോഴും ബോയ്സിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ പ്രാക്ടീസസ് സച്ച് ആസ് സൺ പ്രിഫറൻസ്, ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിഫറൻസ്, ഡൗറി സിസ്റ്റം, ഏർലി മാരേജ് ഒക്കെ ഈ പാട്രിയാർക്കൽ വാല്യൂസിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. സോ ആസ് സിമൻ ടി ബുവ സെഡ്, വൺ ഈസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൺ. ഒരാൾ ജനിക്കുമ്പോൾ അവർ സ്ത്രീയായിട്ടല്ല, സമൂഹത്തിൻ്റെ ആ സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെയാണ് അവരൊരു സ്ത്രീയാക്കി മാറ്റുകയാണ് എന്ന് പറയുന്നത്. ഒരു സ്ത്രീയുടെ രീതികൾ ഹൈലൈറ്റിംഗ് ഹൗ ജെൻഡർ റോൾസ് ആർ സോഷ്യലി കൺസ്ട്രക്റ്റഡ് റാദർ ദാൻ നാച്ചുറൽ. സോ പാട്രിയാർക്കി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ചാലഞ്ച്ഡ് through education, legal reforms and social movements promoting gender equality and women's empowerment. So ഒരു increasing awareness women's rights നെ കുറിച്ചും equal opportunities നെ കുറിച്ചും shared responsibility should be shared by both genders എന്നുള്ള ഐഡിയാസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രഡീഷണൽ ഫാമിലി സ്ട്രക്ചേഴ്സിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ മോഡേൺ ഫാമിലിയിൽ കുറച്ചും കൂടി ഒരു ഇഗാലിറ്റേറിയൻ റോൾസ് ഉണ്ട്, ബോത്ത് ആർ ഈക്വൽ എന്നുള്ളൊരു കൺസേൺ ഉണ്ട്, വേർ മെൻ ആൻഡ് വുമൺ ഷെയർ റെസ്പോൺസിബിലിറ്റീസ് ഈക്വലി. അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ പാട്രിയാർക്കി ഹിസ്റ്റോറിക്കലി തന്നെ ജെൻഡർ റോൾസ് ആൻഡ് ഫാമിലീസിനെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് റീഇൻഫോഴ്സ്ഡ് മെയിൽ ഡോമിനൻസ് ആൻഡ് ഫീമെയിൽ സബോർഡിനേഷൻ. പക്ഷേ കണ്ടിന്യൂസ് എഫേർട്ട് ഷുഡ് ബി ദർ ടു ക്രിയേറ്റ് എ മോർ ബാലൻസ്ഡ് ആൻഡ് ഈക്വൽ ഫാമിലി സ്ട്രക്ചേഴ്സ്. എക്സ്പ്ലെയിൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ റാഡിക്കൽ ആൻഡ് ലിബറൽ. ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു മൂവ്മെൻ്റ് ആണ്. ഇത് എന്ത് നേടാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ജെൻഡർ ഇക്വാലിറ്റിയും അതുപോലെ തന്നെ വുമൺ റൈറ്റ്സും ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സും അപ്രോച്ചസും ഉണ്ട്. ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ടെക്സ്റ്റിൽ മറ്റൊരു അപ്രോച്ചും കൂടി പറയുന്നുണ്ട്, സോഷ്യലിസ്റ്റ് അപ്രോച്ച്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന റാഡിക്കൽ ആൻഡ് ലിബറൽ ഫെമിനിസം ആണ്. അപ്പോൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചസ് ആണ് റാഡിക്കൽ ഫെമിനിസം ആൻഡ് ലിബറൽ ഫെമിനിസം. അപ്പോൾ അത് ജെൻഡർ ഇൻഇക്വാലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുന്നതും വാട്ട് ആർ ദ കോസസ് ഓഫ് ഒപ്രഷൻ, ഈ ഒരു അടിച്ചമർത്തലിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെ ഇക്വാലിറ്റി അച്ചീവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് അപ്രോച്ചസ് ആണ്. ഇപ്പോൾ ലിബറൽ ഫെമിനിസം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ജെൻഡർ ഇക്വാലിറ്റി ലീഗൽ റീഫോംസിലൂടെയും ഈക്വൽ റൈറ്റ്സിലൂടെയും ഓപ്പർച്യൂണിറ്റീസിലൂടെയൊക്കെ നേടുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥിതിയിൽ ലീഗൽ റീഫോംസിലൂടെയും ഈക്വൽ റൈറ്റ്സിലൂടെയും ഓപ്പർച്യൂണിറ്റീസിലൂടെയും ജെൻഡർ ഇക്വാലിറ്റി അച്ചീവ് ചെയ്യുക. അത് എഡ്യൂക്കേഷനും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനും പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനും ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഇതൊക്കെയാണ് അത് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലിബറൽ ഫെമിനിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് ജെൻഡർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും, ഈ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ലോസും പ്രാക്ടീസസും ഒക്കെ റിമൂവ് ചെയ്യുക, എല്ലാ റിസോഴ്സസിലേക്കും ഈക്വൽ അക്സസ് കൊടുക്കുക. അപ്പോൾ ഒരു ഗ്രാജുവൽ ചേഞ്ചിനെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത് ത്രൂ പോളിസി റിഫോംസ്, എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്. മേരി വൂൾസ്റ്റോൺക്രാഫ്റ്റ് പറഞ്ഞ പോലെ വുമൺ ഷുഡ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് സൊസൈറ്റി. ലിബറൽ ഫെമിനിസം എന്ന് പറയുന്നത് ഡെമോക്രസിയുടെയും എക്സിസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒന്നാണ്. അത് ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനെയും ഇക്വാലിറ്റിയും പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ വിപരീതമായിട്ടാണ് റാഡിക്കൽ ഫെമിനിസം പറയുന്നത്. അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് പാട്രിയാർക്കി എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഡീപ്ലി റൂട്ടഡ് ആണ്. അത് നമുക്ക് വിച്ച് കനോട്ട് ബി റീഫോംഡ്. അത് നമുക്ക് റീഫോം ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമുക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഡിസ്മാൻഡിൽ ചെയ്യാം, ഇല്ലാതാക്കാം. അപ്പോൾ റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് ഈ ഒപ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലീഗൽ ഓർ എക്കണോമിക്. അത് ജസ്റ്റ് ഈ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളോ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളോ മാത്രമല്ല, അത് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കലാണ്. അത് നമുക്ക് ചുറ്റുമുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഫാമിലി, റിലീജിയൻ, മീഡിയയിലെല്ലാം കാണാം. ഇത് ഫോക്കസ് ചെയ്യുന്നത് വുമണിൻ്റെ ബോഡി എങ്ങനെ കൺട്രോൾ ചെയ്യാം, റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, അതുപോലെ തന്നെ സെക്ഷൽ വയലൻസ് ആൻഡ് ഒബ്ജക്റ്റിഫിക്കേഷൻ ആണ്. അതിപ്പോഴും പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് ഈവൻ തോ ആ അബോർഷൻ ചെയ്യാനുള്ള
ഒരു അധികാരം പോലില്ലാത്ത പല രാജ്യങ്ങളും ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രോഗ്രസീവ് അല്ല ഡെവലപ്ഡ് നേഷൻസിൽ വരെ. സോ റാഡിക്കൽ ഫെമിനിസം ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ആണ് ആവശ്യപ്പെടുന്നത് ആൻഡ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സോഷ്യൽ റിഫോംസ് റാദർ ദാൻ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ചേഞ്ച് തന്നെ വരണം. അപ്പോൾ കേസ് മില്ലറ്റ് പറഞ്ഞ പോലെ പാട്രിയാർക്കി എന്ന് പറയുന്നൊരു സിസ്റ്റം ഓഫ് പവറാണ്, അതിനെ എല്ലാ ലെവൽസിലും നമ്മൾ ചലഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇവർ തമ്മിലുള്ള കീ ഡിഫറൻസ് എന്ന് പറയുന്നത് അവരുടെ അപ്രോച്ചിൽ തന്നെയാണ് വരുന്നത്. ലിബറൽ ഫെമിനിസം ഇക്വാലിറ്റി വിത്തിൻ ദ സിസ്റ്റമാണ് സീക്ക് ചെയ്യുന്നതെങ്കിൽ റാഡിക്കൽ ഫെമിനിസം ആ സിസ്റ്റത്തിനെ തന്നെ ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ലിബറൽ ഫെമിനിസം കുറച്ചും കൂടെ മോഡറേറ്റ് ആൻഡ് റിഫോമിസ്റ്റ് ആണെങ്കിൽ റാഡിക്കൽ ഫെമിനിസം ട്രാൻസ്ഫോർമേറ്റിംഗ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ ഓഫ് ദി എക്സിസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ രണ്ട് അപ്രോച്ചും വുമൺ റൈറ്റ്സ് ആൻഡ് ജെൻഡർ ഇൻഇക്വാലിറ്റിയെ അഡ്വാൻസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അതിനെ മുൻപോട്ട് കൊണ്ടുവന്നതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്ട്രാറ്റജീസ് ഡിഫറെൻ്റ് ആണെങ്കിലും രണ്ടുപേരും എന്തിനു തന്നെയാണ് എയിം ചെയ്യുന്നത്? ടു എലിമിനേറ്റ് gender discrimination and create a just and equal society. So next question ആണ്, how does the lack of education affect discrimination against women in Indian society? So ഇന്ത്യൻ സൊസൈറ്റിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള വേർതിരിവ് അത് എഡ്യൂക്കേഷൻ ഇല്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ട് എങ്ങനെയാണ് അത് കൂടുതൽ ബാധിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫാക്ടേഴ്സ് ആണ് which contributes to the gender discrimination and inequality in Indian society. അപ്പോൾ എഡ്യൂക്കേഷന് ഒരു നല്ല ഒരു റോൾ തന്നെ പ്ലേ ചെയ്യാനുണ്ട് ഇൻ എംപവർമെൻറ്റ്, അവയർനെസ് ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ആബ്സെൻസോട് കൂടി തന്നെ ഇഗ്നോറൻസും ഡിപ്പെൻഡൻസിയും മാർജിനലൈസേഷൻ ഓഫ് വുമണും ഒക്കെ വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വുമണിന് എഡ്യൂക്കേഷൻ നേടാനുള്ള ഒരു ആക്സസ് ഇല്ലെങ്കിൽ അവർക്ക് പല ഓപ്പർച്യൂണിറ്റീസിൽ നിന്നും അവർ എക്സ്ക്ലൂഡഡ് ആവും. ഈ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് എക്കണോമിക് ഇൻഡിപെൻഡൻസിനും ഡിസിഷൻ മേക്കിങ്ങിനും സോഷ്യൽ പാർട്ടിസിപ്പേഷനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുന്നതോടുകൂടി തന്നെ ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസും റീഇൻഫോഴ്സ്ഡ് ആവാണ്. അപ്പോൾ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ സ്ത്രീകളുടെ റൈറ്റ്സിനെ കുറിച്ചും ലീഗൽ പ്രൊട്ടക്ഷനെ കുറിച്ചുള്ള അവയർനെസ് കുറയ്ക്കുന്നുണ്ട്. പല സ്ത്രീകളും they are unaware of the laws related to domestic violence, child marriage, dowry prohibition and workplace harassment. അപ്പോൾ അവരെ കൂടുതൽ വൾണറബിൾ ആക്കും ഫോർ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് അബ്യൂസ്. അപ്പോൾ ഇല്ലിറ്ററസിയും സ്ത്രീകളെ ഈ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതിൽ നിന്നും എതിർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗവേണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അഡ്വക്കേറ്റിംഗ് ഫോർ ദ റൈറ്റ്സ് ഒക്കെ അവർക്ക് ഇല്ലാതാവും. അപ്പോൾ B.R. Ambedkar പറഞ്ഞ പോലെ ഐ മെഷർ ദ പ്രോഗ്രസ് ഓഫ് എ കമ്മ്യൂണിറ്റി ബൈ ദ ഡിഗ്രി ഓഫ് ദ പ്രോഗ്രസ് വുമൺ ഹാവ് അച്ചീവ്. ഒരു സമൂഹത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് എത്രത്തോളം അവിടുത്തെ സ്ത്രീകൾ പുരോഗമിച്ചിട്ടുണ്ട് എന്നനുസരിച്ചിട്ടുണ്ട്. അപ്പോൾ വിത്തൗട്ട് എഡ്യൂക്കേഷൻ ഈ പ്രോഗ്രസ് ഭയങ്കരമായിട്ട് തടസ്സപ്പെടുന്നതായിരിക്കും. അപ്പോൾ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ പലപ്പോഴും എക്കണോമിക് ഡിപ്പെൻഡൻസിയിലേക്കും പോവേർട്ടിക്കും ലീഡ് ചെയ്യും. അത് ജെൻഡർ ഡിസ്ക്രിമിനേഷനെ വർദ്ധിപ്പിക്കും. ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് വുമണിന് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കിട്ടാനും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനും ഇംപ്രൂവ്ഡ് ലിവിങ് സ്റ്റാൻഡേർഡ്സ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അൺഎഡ്യൂക്കേറ്റഡ് വുമണിന് എപ്പോഴും ലോ പെയ്ഡ് ആയിരിക്കും, ഇൻഫോർമൽ ആയിരിക്കും, അൺപെയ്ഡ് ഫോർ ഡൊമസ്റ്റിക് വർക്ക് ആയിരിക്കും. അപ്പോൾ ഈ എക്കണോമിക് ഡിപ്പെൻഡൻസ് എന്നുള്ളത് റെഡ്യൂസ് ചെയ്യാൻ their bargaining power within the family and society, making them more susceptible to violence, neglect and unequal treatment. അതായത് എക്കണോമിക്കലി സ്ട്രോങ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് സമൂഹത്തിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ഒരു സ്ഥാനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ വയലൻസും നെഗ്ലക്റ്റും അൺഈക്വൽ ട്രീറ്റ്മെൻറ്റും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും. ഇപ്പോൾ വേൾഡ് ബാങ്ക് പറഞ്ഞ പോലെ ഗേൾസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഏറ്റവും വലിയൊരു നാഴികക്കല്ല്. ഇപ്പോൾ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ട്രഡീഷണൽ ജെൻഡർ റോൾസും പാട്രിയാർക്കൽ നോംസിനെയും റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അൺഎഡ്യൂക്കേറ്റഡ് കമ്മിറ്റീസ് പല പ്രാക്ടീസസും പിന്തുടരാനുള്ള സാധ്യത കൂടുതലാണ്. like early marriage, son preference, dowry system and restriction on women's mobility and decision making. അപ്പോൾ എഡ്യൂക്കേഷൻ ആണ് ഇത്തരത്തിലുള്ള സ്റ്റീരിയോടൈപ്സിനൊക്കെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി അവരെ പ്രൊമോട്ട് ചെയ്യുന്നതും ക്രിട്ടിക്കൽ തിങ്കിങ് അവയർനെസ് ആൻഡ് ജെൻഡർ ഇക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നതും. മലാല യൂസഫായി പറഞ്ഞ പോലെ വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ ബുക്ക് ആൻഡ് വൺ പെൻ ക്യാൻ ചേഞ്ച് ദ വേൾഡ്. അപ്പോൾ എത്രത്തോളം ട്രാൻസ്ഫോർമേറ്റീവ് പവർ എഡ്യൂക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കോട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, എക്കണോമിക് ഡിപ്പെൻഡൻസി ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി ഒക്കെ കൂട്ടും. ഫീമെയിൽ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക, അവയർനെസ് പ്രോഗ്രാംസ് ആൻഡ് ഇൻക്ലൂസീവ് പോളിസീസ് ഒക്കെയാണ് സ്ത്രീകളെ എംപവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിസ്ക്രിമിനേഷൻ റെഡ്യൂസ് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് ടു അച്ചീവ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. So how can schools and communities work together to create a safe environment for girls? സ്കൂൾസും കമ്മ്യൂണിറ്റീസിനും ഒത്തുചേർന്ന് എങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും ഒരു സേഫ് എൻവയോൺമെൻറ്റ് ഗേൾസിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രിയേറ്റിംഗ് എ സേഫ് എൻവയോൺമെൻറ്റ് ഫോർ ഗേൾസ് ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്. അതായത് സ്കൂൾസിൻ്റെ മാത്രമല്ല, സ്കൂൾസ്, ഫാമിലീസ്, കമ്മ്യൂണിറ്റീസ് എല്ലാവരുടെയും കൂടെ ഒത്തുചേർന്നുള്ള ഒരു പ്രയത്നമായിരിക്കണം. അപ്പോൾ സേഫ്റ്റി ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം അത് ഈക്വൽ ആക്സസ്, പാർട്ടിസിപ്പേഷൻ ആൻഡ് റിട്ടൻഷൻ ഓഫ്
ഗേൾസിൻ്റെ സ്കൂൾസിനൊക്കെ ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ സ്കൂൾസും കമ്മ്യൂണിറ്റീസും ദി ഷുഡ് വർക്ക് ടുഗെദർ ആൻഡ് ദി ഷുഡ് അഡ്രസ് ദ ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ സേഫ്റ്റി കൺസേൺ ദാറ്റ് പ്രൊമോട്ട്സ് ദി ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർമെൻറ്റ്. അപ്പോൾ സ്കൂൾസ് ഒരു സേഫ് ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും കൊടുക്കണം. സെപ്പറേറ്റ് ടോയ്ലറ്റ്സ്, പ്രോപ്പർ സാനിറ്റേഷൻ, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, സെക്യൂർ ക്ലാസ് റൂം ആൻഡ് സേഫ് ട്രാൻസ്പോർട്ടേഷൻ. അതുപോലെ തന്നെ ആൻറ്റി ഹറാസ്മെൻറ്റ്, ആൻറ്റി ബുള്ളിങ് പോളിസീസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. കംപ്ലയിൻറ്റ് മെക്കാനിസംസ് വേണം. എത്രത്തെങ്കിലുമുള്ള വയലൻസോ ഡിസ്ക്രിമിനേഷനോ നേരിടുന്നുണ്ടെങ്കിൽ പിന്നെ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റും വളരെ ക്രൂഷ്യലാണ്. സ്കൂൾ സേഫ്റ്റിയും മോണിറ്റർ ചെയ്യണം. അവരുടെ അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കണം. ഇപ്പോൾ യൂണിസെഫ് പറഞ്ഞ പോലെ സേഫ് ലേണിംഗ് എൻവയോൺമെൻറ്റ്സ് ആണ് ഗേൾസിൻ്റെ അറ്റൻഡൻസും റിട്ടൻഷൻ റേറ്റ്സും കൂട്ടുന്നത്. സെക്കൻഡ്ലി, അവയർനെസ് ആൻഡ് സെൻസിറ്റൈസേഷൻ പ്രോഗ്രാംസ് വേണം. അത് സ്കൂൾസിനും കമ്മ്യൂണിറ്റീസിനും വളരെയധികം നീഡഡ് ആണ്. ഇപ്പോൾ ടീച്ചേഴ്സ്, പാരൻസ് ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒക്കെ ദി ഷുഡ് ബി എഡ്യൂക്കേറ്റഡ്. അവർക്കൊരു അവയർനെസ് വേണം. എന്താണ് ജെൻഡർ ഇക്വാലിറ്റി, ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ലോസ്, വർക്ക്ഷോപ്സ്, ക്യാമ്പയിൻസ് ആൻഡ് ഡിസ്കഷൻസ് ഒക്കെ വരണം. നമ്മുടെ ഹാംഫുൾ ആയിട്ടുള്ള കൾച്ചറൽ നോംസ് ആൻഡ് സ്റ്റീരിയോടൈപ്സ് ദാറ്റ് ഫ്രെറ്റ്സ് ഗേൾസ് എഡ്യൂക്കേഷൻ അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റണം. സ്കൂൾസ് ജെൻഡർ സെൻസിറ്റിവിറ്റി പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യണം. സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ്, ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഗേൾസിനെ എംപവർ ചെയ്യാനും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ സ്ട്രോങ് പാർട്ട്ണർഷിപ്സ് ബിറ്റ്വീൻ സ്കൂൾസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് നടക്കണം. അത് സപ്പോർട്ട് സിസ്റ്റം ഫോർ ഗേൾസ് പ്രൊമോട്ട് ചെയ്യണം. പാരന്റ് ടീച്ചർ അസോസിയേഷൻ, ലോക്കൽ ലീഡേഴ്സ് ആൻഡ് NGOs ഇവർക്കെല്ലാം മുന്നോട്ട് വരാനായിട്ട് പറ്റും ടു എൻഷുർ റെഗുലർ അറ്റൻഡൻസ്, പ്രിവെൻറ്റ് ഡ്രോപ്പ് ഔട്ട് ആൻഡ് അഡ്രസ് സേഫ്റ്റി കൺസേൺസ്. കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും റോൾ മോഡൽ പോലെ അഡ്വക്കേറ്റ് ചെയ്യാൻ പറ്റും, ആക്ട് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ അഡ്വക്കേറ്റ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ. ഫാമിലീസിന് എൻകറേജ് ചെയ്യാൻ പറ്റും പെൺകുട്ടികളെ സ്കൂളിൽ അയക്കാൻ വേണ്ടിയിട്ട്. സ്കോളർഷിപ്സും ഫ്രീ എഡ്യൂക്കേഷനും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും എല്ലാം കൊടുക്കുന്നത് ഈ ഗേൾസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു സേഫ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതിലൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണം, അവയർനെസ് പ്രോഗ്രാംസ് വേണം, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് സ്ട്രോങ് പോളിസീസ് വേണം. അപ്പോൾ കൊളാബറേഷൻ ബിറ്റ്വീൻ സ്കൂൾസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആണ് എന്തുറപ്പാക്കുന്നത് കുട്ടികൾ പഠിക്കുന്നത്, പെൺകുട്ടികൾ പഠിക്കുന്നത് ഒരു സെക്യൂർ, സപ്പോർട്ടീവ് ആൻഡ് ഇൻക്ലൂസീവ് എൻവയോൺമെൻറ്റിലാണ് എന്നുള്ളത്. അത് എംപവർമെൻറ്റിലേക്കും സോഷ്യൽ പ്രോഗ്രസ്സിലേക്കും നയിക്കും. ഇനി അടുത്തത് ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പാരന്റൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ ആൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഫോർ പ്രൊമോട്ടിങ് ജെൻഡർ ഇക്വാലിറ്റി. ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിന് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഒരു പാരൻറ്റിനെ എങ്ങനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും, അതിന് ഇമ്പോർട്ടൻസ് എന്താണ്? സോ പാരന്റൽ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് ഇൻ പ്രൊമോട്ടിങ് ജെൻഡർ ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ. പാരൻസ് എന്ന് പറയുന്നത് ദേ ആർ സെഡ് ടു ബി ദ ഫസ്റ്റ് ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ. ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ്റെ ഫസ്റ്റ് ഏജൻസ് പാരൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവരുടെ ആറ്റിറ്റ്യൂഡ്സും ബിലീഫ്സും പ്രാക്ടീസസുമാണ് ഒരു കുട്ടിക്ക് ജെൻഡർ റോൾസിനെ കുറിച്ചും ഇക്വാലിറ്റിയെ കുറിച്ചുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള പാരന്റ് പാർട്ടിസിപ്പേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അത് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, റെസ്പെക്ട് ആൻഡ് എംപവർമെന്റ് ഫോർ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസിനെ എൻകറേജ് ചെയ്യും. ആദ്യം പാരൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ ആസസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ചിൽഡ്രൻ ആണ്. ഇപ്പോൾ പാരൻസ് എഡ്യൂക്കേഷൻ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ടു ഈക്വലി ഫോർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ്, രണ്ടുപേർക്കും തുല്യമായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളൊരു ഒരു നിർബന്ധ ബുദ്ധി പാരൻസിനുണ്ടെങ്കിൽ അത് ഹയർ എൻറോൾമെൻറ്റിലേക്കും റിട്ടൻഷനിലേക്കും അതുപോലെ തന്നെ അക്കാദമിക് അച്ചീവ്മെൻറ്റ് എമംഗ് ഗേൾസിലേക്കും നയിക്കും. അപ്പോൾ പല കേസിലും ഈ ജെൻഡർ ബയസ് ആണ് ഈ ഒരു ഗ്രേറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബോയ്സ് എഡ്യൂക്കേഷനിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഗേൾസ് എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാരൻസിനെ എൻകറേജ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജെൻഡർ ഡിസ്പാരിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ സാവിത്രിഭായ് ഫൂലെ ഹു ഈസ് എ പയനിയർ ഓഫ് വുമൻസ് എഡ്യൂക്കേഷൻ അവർ പറഞ്ഞൊരു കാര്യം എഡ്യൂക്കേറ്റിംഗ് ഗേൾസ് ഈസ് എസെൻഷ്യൽ ഫോർ സോഷ്യൽ പ്രോഗ്രസ് ആൻഡ് എംപവർമെൻറ്റ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പാരൻ്റൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയേഴ്സ് റിലേറ്റഡ് ടു ജെൻഡർ ഇക്വാലിറ്റി അതൊക്കെ ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ്, റെസ്പെക്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പാരൻസ് ആണ്. അത്തരത്തിലുള്ള വീടുകളിൽ വളരുന്ന കുട്ടികൾക്ക് എപ്പോഴും നോൺ സ്റ്റീരിയോടിപ്പിക്കൽ വ്യൂസ് ആയിരിക്കും ജെൻഡർ റോൾസിനെ കുറിച്ച് ഉണ്ടാവുക. ഇപ്പോൾ ഒരു വീട്ടിൽ ബോയ്സിനെയും ഗേൾസിനെയും ഹൗസ് ഹോൾഡ് വർക്കിലും ഡിസിഷൻ മേക്കിങ്ങിലും എഡ്യൂക്കേഷനിലും ഒക്കെ ഈക്വലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇക്വാലിറ്റിയെ ഫോസ്റ്റർ ചെയ്യും, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ സ്കൂൾസിനും ഇത്തരത്തിലുള്ള പാരൻസിനെ എൻഗേജ് ചെയ്യാനായിട്ട് പറ്റും. മീറ്റിംഗ്സിലും വർക്ക്ഷോപ്സിലും അവയർനെസ് പ്രോഗ്രാംസിലും ഒക്കെ ജെൻഡർ സെൻസിറ്റീവ് പ്രാക്ടീസസിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടാതെ പാരൻസ് മറ്റൊരു കീ റോളും കൂടെ പ്ലേ ചെയ്യുന്നുണ്ട് ഇൻ എൻഷുറിങ് സേഫ്റ്റി, മോട്ടിവേഷൻ ആൻഡ് സപ്പോർട്ട് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ. അവർക്ക് കുട്ടികളുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാൻ പറ്റും, റെഗുലർ അറ്റൻഡൻസ് ഉണ്ടെന്ന് എൻഷുർ ചെയ്യാൻ പറ്റും, ഇമോഷണൽ എൻകറേജ്മെൻ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഈ കൊളാബറേഷൻ ബിറ്റ്വീൻ പാരൻസ് ആൻഡ് സ്കൂൾസ് ആണ് പലപ്പോഴും ട്രസ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി ഒക്കെ വർദ്ധിപ്പിക്കുന്നത്. അതിലൂടെ അവർക്കൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ യുനെസ്കോ പറയുന്നത് പാരൻ്റൽ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് ലേണിംഗ് ഔട്ട്കംസ് ആൻഡ് പ്രൊമോട്ട്സ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നൊക്കെയാണ്. ഇപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ പാരൻ്റൽ എൻവോൾവ്മെൻറ്റ് വളരെ എസെൻഷ്യൽ ആണ്. പ്രൊമോട്ടിംഗ് ജെൻഡർ ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ ഇത് ആസസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി എൻകറേജ് ചെയ്യുന്നതോടുകൂടി ഈ സ്റ്റീരിയോടൈപ്സിനെ ചലഞ്ച് ചെയ്യുന്നതോടുകൂടി സപ്പോർട്ടിംഗ് ഗേൾസ് എഡ്യൂക്കേഷൻ പാരൻസിന് വളരെ ഫെയർ, ഇൻക്ലൂസീവ് ആൻഡ് പ്രോഗ്രസീവ് സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എക്സ്പ്ലെയിൻ ഹൗ ജെൻഡർ റോൾസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ കാസ്റ്റ്, റിലീജിയൻ ആൻഡ് കൾച്ചറൽ നോംസ്. എങ്ങനെയാണ് കാസ്റ്റും റിലീജിയനും കൾച്ചറൽ നോംസും ജെൻഡർ റോൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അപ്പോൾ ജെൻഡർ റോൾസ് എന്ന് പറയാൻ നമുക്കറിയാം സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ്, ബിഹേവിയേഴ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് നോംസ് ആണ്. ദാറ്റ് ഈസ് അസൈൻഡ് ടു ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ ദെയർ ജെൻഡർ. ഒരു വ്യക്തിയുടെ ജെൻഡർ അനുസരിച്ച് അവന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള, സോഷ്യലി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കുറേ എക്സ്പെക്ടേഷൻസ്, ബിഹേവിയേഴ്സ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് നോംസിനെയൊക്കെ നമുക്ക് ജെൻഡർ റോൾസ് എന്ന് പറയാം. അപ്പോൾ ഈ റോൾസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ അല്ല, ഇത് നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷേപ്പ് ചെയ്യുന്നതാണ്. അതിൽ കാസ്റ്റ്, റിലീജിയൻ, കമ്മ്യൂണിറ്റി, കൾച്ചർ, നേഷൻ ഇതെല്ലാം വരും. ഇതെല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? എങ്ങനെയാണ് ആണും പെണ്ണും ബിഹേവ് ചെയ്യുന്നത് ഒരു സൊസൈറ്റിയിൽ. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഈ ജെൻഡർ റോൾസ് നമ്മുടെ ട്രഡീഷണൽ സോഷ്യൽ സ്ട്രക്ചേഴ്സുമായിട്ട് ഡീപ്ലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഇക്വാലിറ്റി, ഡിസ്ക്രിമിനേഷൻ ആൻഡ് പവർ ഇംബാലൻസസ് ഒക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ എസ് എ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് കാസ്റ്റ്, റിലീജിയൻ ആൻഡ് കൾച്ചറൽ നോംസ് എന്നുള്ളത്. കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ജെൻഡർ റോൾസ് ഷേപ്പ് ചെയ്യുന്നതിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോള് കാസ്റ്റ് പ്ലേ ചെയ്യുന്നുണ്ട്. സോഷ്യൽ ഹൈറാർക്കി, ഒക്യുപ്പേഷൻ, സ്റ്റാറ്റസിനൊക്കെ കാസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രഡീഷണൽ കാസ്റ്റ് സിസ്റ്റത്തിൽ വുമൻ്റെ റോള് പലപ്പോഴും ഡൊമസ്റ്റിക് വർക്ക്, കെയർ ഗിവിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഫാമിലി ആണ്. ഇനി അപ്പർ കാസ്റ്റുകളിൽ നോക്കുകയാണെങ്കിലും അവിടെയും സ്ട്രിക്റ്റ് നോംസ് തന്നെയാണുള്ളത്. പ്യൂരിറ്റി, മാരേജ് ആൻഡ് മൊബിലിറ്റി എല്ലാം എൻഫോഴ്സ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ പ്രാക്ടീസസ് സച്ച് ആസ് എൻഡോഗമി, അതായത് എൻഡോഗമി മീൻസ് ഒരേ കാസ്റ്റിൽപ്പെട്ട ആളുകളെ തന്നെ കല്യാണം കഴിക്കുക. അതുപോലെ തന്നെ സ്ത്രീകളുടെ മൊബിലിറ്റിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഈ പാട്രിയാർക്കൽ കൺട്രോളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ലോവർ കാസ്റ്റിൽ നോക്കുകയാണെങ്കിൽ വുമൺ ചിലപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസിലും ലേബറിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഡബിൾ ഡിസ്ക്രിമിനേഷനാണ് അവർ നേരിടുന്നത്. കാരണം അവർക്ക് കാസ്റ്റിൻ്റെ ബേസിലും ഡിസ്ക്രിമിനേഷൻ നേരിടണം, അതുപോലെ തന്നെ ജെൻഡറിൻ്റെ ബേസിലും. അപ്പോൾ അംബേദ്കർ പറയുന്ന പോലെ കാസ്റ്റും ജെൻഡർ ഓപ്പറേഷനും ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇവിടെ കൺട്രോൾ ഓഫ് വുമൺ എന്ന് പറയുന്നത് തന്നെയാണ് ഒരു കാസ്റ്റ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സെൻട്രൽ കൺസേൺ. അതുപോലെ തന്നെ റിലീജിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജെൻഡർ റോൾസിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ചില നോംസ്, വാല്യൂസ് ആൻഡ് കോഡ്സ് ഓഫ് കണ്ടക്ട് എല്ലാ മതങ്ങളിൽ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. പല റിലീജിയസ് ട്രഡീഷൻസും ഫോക്കസ് ചെയ്യുന്നത് ഈ പാട്രിയാർക്കൽ സ്ട്രക്ചേഴ്സിലാണ്. ഇവിടെ പുരുഷൻ എന്ന് പറയുന്നത് ബ്രെഡ് വിന്നർ ആണ്, ഡിസിഷൻ മേക്കർ ആണ്. വുമൺ എന്താണ്? ഒബീഡിയൻ ആണ്, അനുസരണയുള്ളവളായിരിക്കണം, നർച്ചറിങ് ആയിരിക്കണം ആൻഡ് കൺഫൈൻ ടു ഹൗസ് ഹോൾഡ് റോൾസ്. ഫോർ എക്സാമ്പിൾ ചില കമ്മ്യൂണിറ്റീസിൽ റിലീജിയസ് ഇൻ്റർപ്രിട്ടേഷൻസിൽ തന്നെ വുമൻ്റെ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, ഡ്രസ്, മൊബിലിറ്റി ഒക്കെ നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പോൾ റിലീജിയൻ എന്ന് പറയുന്നത് ഒരു സോഴ്സ് ഓഫ് എംപവർമെൻറ്റ് ആവാം. ആസ് റീഫോം മൂവ്മെൻറ്റ്സ് ആൻഡ് പ്രോഗ്രസീവ് ഇൻ്റർപ്രിട്ടേഷൻസ് അഡ്വക്കേറ്റ് ഫോർ ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വുമൻസ് റൈറ്റ്സ്. സ്വാമി വിവേകാനന്ദ പറഞ്ഞ പോലെ ദർ ഇസ് നോ ചാൻസ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ വേൾഡ് അൺലെസ് ദ കണ്ടീഷൻ ഓഫ് വുമൺ ഇസ് ഇംപ്രൂവ്ഡ്. അതായത് ഈ ഭൂമി അല്ലെങ്കിൽ ഈ ലോകം നന്നാവണമെങ്കിൽ ഇവിടുത്തെ സ്ത്രീകളുടെ കണ്ടീഷനും നന്നായിരിക്കണം. സോ ആ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർപ്രറ്റിംഗ് റിലീജിയസ് വാല്യൂസ് ടു പ്രൊമോട്ട് ഇക്വാലിറ്റി, അതായത് റിലീജിയനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നും കൂടിയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. കൾച്ചറൽ നോം ട്രഡീഷൻസും ഈ ജെൻഡർ റോൾസിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഫോർ മെൻ ആൻഡ് വുമൺ? ഇപ്പോൾ കൾച്ചറൽ പ്രാക്ടീസിൽ പെടുന്ന ഒന്ന് തന്നെയാണ് പാട്രിയാർക്കി, സൺ പ്രിഫറൻസ്, ഡൗറി സിസ്റ്റം, ഏർലി മാരേജ്, ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ. ഇതെല്ലാം അൺഈക്വൽ റൂൾസ് റീഎൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബോയ്സിനെ എൻകറേജ് ചെയ്യുന്നുണ്ട് ഇൻഡിപെൻഡൻ്റ് ആവാൻ, സ്ട്രോങ് ആവാൻ, കരിയർ ഓറിയൻറ്റഡ് ആവാൻ. പക്ഷേ ഗേൾസിനെ എപ്പോഴും കെയറിങ് ആവുക, സബ്മിസീവ് ആവുക. സബ്മിസീവ് ആവുക പറഞ്ഞാൽ കീഴ്പ്പെട്ട് ജീവിക്കുക, ഫാമിലി ഓറിയൻറ്റഡ് ആവുക. മീഡിയ, ഫാമിലി, എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഇതെല്ലാം ഇത്തരത്തിലുള്ള നോംസിനെ പടർത്തുന്നതിൽ അല്ലെങ്കിൽ അതിനെ പ്രചരിപ്പിക്കുന്ന വലിയൊരു റോള് തന്നെ വഹിക്കുന്നുണ്ട്. അപ്പോൾ യുനെസ്കോ പറഞ്ഞ പോലെ ജെൻഡർ നോംസ് എന്ന് പറയുന്നത് കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ലേൺ ചെയ്യുന്ന ഒന്നാണ്. അതിന് എഡ്യൂക്കേഷൻ, കരിയർ ചോയ്സസ്, ലൈഫ് ഓപ്പർച്യൂണിറ്റീസിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ദ ഇൻ്റർസെക്ഷൻ മീൻസ് ദ കണക്ഷൻ ഓഫ് കാസ്റ്റ്, റിലീജിയൻ ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ഡിസ്ക്രിമിനേഷനാണ് സ്ത്രീകൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഫോർ ദ വുമൺ ഹു ഈസ് കമ്മിങ് ഫ്രം എ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. ഇപ്പോൾ ഒരു വുമൺ ലോവർ കാസ്റ്റ് ആണ് ആൻഡ് മൈനോറിറ്റി റിലീജിയൻ ആണെങ്കിൽ അവർ ട്രിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ആയിരിക്കും ഫേസ് ചെയ്യുക. അവർക്ക് കാസ്റ്റ്, ജെൻഡർ, റിലീജിയൻ ഇതിൻ്റെ ഒക്കെ പേരിൽ ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ലിമിറ്റ്സ് അവർക്ക് എഡ്യൂക്കേഷനെയും, എംപ്ലോയ്മെൻറ്റിനെയും, ഹെൽത്ത് കെയറിനെയും, സോഷ്യൽ പാർട്ടിസിപ്പേഷനും ഒക്കെ ബാധിക്കും. അപ്പോൾ ഈ ഇൻ്റർസെക്ഷനാലിറ്റി ഇവർ തമ്മിലുള്ള ഒരു കൂടിച്ചേരൽ എന്തിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എത്രത്തോളം കോംപ്ലക്സ് ആണ് ജെൻഡർ ഇൻഇക്വാലിറ്റി നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളതാണ്. ഹൗവർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ റിഫോംസിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യാൻ പറ്റും. ഈ ട്രഡീഷണൽ ജെൻഡർ റോൾസിനെ ചലഞ്ച് ചെയ്യുന്നതിൽ അവയർനെസ് കൊടുക്കുക, ക്രിട്ടിക്കൽ തിങ്കിങ്, എംപവർമെൻറ്റ്, ഡിസ്ക്രിമിനേറ്റീവ് പ്രാക്ടീസസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിപ്പിക്കുക, ലീഗൽ പ്രൊവിഷൻസ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്, ആൻറ്റി ഡിസ്ക്രിമിനേഷൻ ലോ, ജെൻഡർ ഇക്വാലിറ്റി പോളിസീസ് ഒക്കെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പാക്കുക, സോഷ്യൽ മൂവ്മെൻറ്റ്സ്, വുമൻസ് എംപവർമെൻറ്റ് പ്രോഗ്രാംസ് ആൻഡ് അവയർനെസ് ക്യാമ്പയിൻസ് എല്ലാം ഈ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം. സോ മോഡേൺ സൊസൈറ്റിയിൽ ഒരു ഗ്രാജുവൽ ഷിഫ്റ്റ് ഉണ്ട് ടുവേർഡ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് ബ്രേക്കിംഗ് സ്റ്റീരിയോടൈപ്സ്. അതിലൂടെ നമുക്ക് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ എഡ്യൂക്കേഷനിലും, എംപ്ലോയ്മെൻറ്റിലും, പൊളിറ്റിക്സിലും, അതുപോലെ തന്നെ ലീഡർഷിപ്പ് റോൾസിലും ഇൻക്രീസ് ചെയ്യാം. സോ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള
കൾച്ചറൽ, കാസ്റ്റ് ബേസ്ഡ് ആൻഡ് റിലീജിയസ് നോംസ് ആണ് പലപ്പോഴും ജെൻഡർ റോൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഇൻ റൂറൽ ആൻഡ് കൺസർവേറ്റീവ് സെറ്റിംഗ്സ്. സോ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ജെൻഡർ റോൾസ് എന്ന് പറയുന്നത് കാസ്റ്റ്, റിലീജിയൻ ആൻഡ് കൾച്ചറൽ നോംസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്, ഇൻഇക്വാലിറ്റിയെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റിയും സോഷ്യൽ ജസ്റ്റിസും വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ സ്ട്രക്ചേഴ്സിനെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അത് നമുക്ക് എഡ്യൂക്കേഷനിലൂടെയും ലീഗൽ റിഫോംസിലൂടെയും സോഷ്യൽ അവയർനെസ്സിലൂടെയും നേടാവുന്നതാണ്. അപ്പോൾ പറയുന്ന പോലെ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് അതൊരു ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ് മാത്രമല്ല, പക്ഷെ അതൊരു നെസസറി ഫൗണ്ടേഷനും കൂടിയാണ് ഫോർ എ പീസ്ഫുൾ, പ്രോസ്പെറസ് ആൻഡ് സസ്റ്റൈനബിൾ വേൾഡ്. Examine the barriers that prevent girls from accessing quality education compared to boys. ബോയ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അസസ് ചെയ്യുന്നതിൽ എന്തൊക്കെ തടസ്സങ്ങളാണ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്നത്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് കീ ഡ്രൈവർ ഓഫ് എംപവർമെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ജെൻഡർ ഇക്വാലിറ്റി. പ്രോഗ്രസ് ഉണ്ടെങ്കിൽ പോലും പല ഭാഗത്തും, ഈ ലോകത്തിൻ്റെ തന്നെ പല ഭാഗത്തും, എസ്പെഷ്യലി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ, ദേ ഫേസ് സിഗ്നിഫിക്കൻറ്റ് ബാരിയേഴ്സ് ഇൻ അസസിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കമ്പയർ ടു ബോയ്സ്. ഈ ബാരിയേഴ്സിന് പല കാരണങ്ങളുണ്ട്, ലൈക്ക് സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്. അത് പലപ്പോഴും ഗേൾസിൻ്റെ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസിനെ കളക്റ്റീവായിട്ട് ലിമിറ്റ് ചെയ്യുകയും ജെൻഡർ ഇൻഇക്വാലിറ്റിയെ എൻഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബാരിയർ എന്ന് പറയുന്നത് ഡീപ്പ് റൂട്ടഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് പാട്രിയാർക്കൽ നോംസ് ആണ്. അപ്പോൾ പല സൊസൈറ്റിയിലും ബോയ്സ് ആർ കൺസിഡർഡ് ആസ് ദ ഫ്യൂച്ചർ ബ്രെഡ് വിന്നേഴ്സ്, ഗേൾസ് എന്ന് പറയുന്ന ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുക. അപ്പോൾ ഇത് പലപ്പോഴും ലോവർ എൻറോൾമെൻറ്റിലേക്കും ഹയർ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സും പെൺകുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. ചില കൾച്ചറൽ പ്രാക്ടീസസ് ആയിട്ടുള്ള ചൈൽഡ് മാരേജും പെൺകുട്ടികളുടെ എഡ്യൂക്കേഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. മാരീഡ് ഗേൾസിന് എപ്പോഴും അവരുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസിനായിരിക്കണം ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. യൂണിസെഫ് പറയുന്ന പോലെ ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തും പല പെൺകുട്ടികളും ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട് സ്കൂളിൽ നിന്നും ബിക്കോസ് ഓഫ് ഏർലി മാരേജ് ആൻഡ് ജെൻഡർ മൈസ്. ഓക്കെ, ഇനി എക്കണോമിക് ഫാക്ടേഴ്സും ദേ ഓൾസോ പ്ലേ എ വെരി ക്രൂഷ്യൽ റോൾ ഇൻ ലിമിറ്റിംഗ് ഗേൾസ് അക്സസ് ടു എഡ്യൂക്കേഷൻ. ഇപ്പോൾ ലോ ഇൻകം ഫാമിലീസ് ആണെങ്കിൽ റിസോഴ്സസ് എല്ലാം അലോക്കേറ്റ് ചെയ്തത് ബോയ്സിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരിക്കും. ഗേൾസിനെ പലപ്പോഴും ഒരു എക്കണോമിക് ബർഡൻ ആയിട്ടായിരിക്കും കാണുന്നത്. കാരണം സ്കൂളുമായി പ്രധാനപ്പെട്ട് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തപ്പെട്ട് കുറേ കോസ്റ്റുകളുണ്ട്, ലൈക്ക് സ്കൂൾ ഫീസ്, യൂണിഫോംസ്, ബുക്സ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ലോസ്റ്റ് ലേബർ. ഇതെല്ലാം ഫാമിലീസിനെ പിന്തിരിപ്പിക്കുകയാണ് പെൺകുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കുന്നതിൽ നിന്നും. അപ്പോൾ ഈ പവേർട്ടി പലപ്പോഴും പെൺകുട്ടികളെ ഒരു ജോലി എടുക്കുക അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വർക്കിന് പോകാനൊക്കെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസിനെ അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേൾഡ് ബാങ്ക് പറയുന്നത് പോവേർട്ടി വൺ ഓഫ് ദ മേജർ റീസൺസ് ആണ് ഫോർ ജെൻഡർ ഡിസ്പാരിറ്റി ഇൻ എഡ്യൂക്കേഷൻ, പെർട്ടിക്കുലർലി ഇൻ റൂറൽ ഏരിയാസ്. മറ്റൊരു ക്രിട്ടിക്കൽ ബാരിയർ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചറും സേഫ്റ്റി മെഷേഴ്സും ഇല്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഇല്ല, പ്രോപ്പർ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഇല്ല, സേഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സെക്യൂർ എൻവയോൺമെൻറ്റ് ഇല്ല. ഇതും ഗേൾസിനെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോങ് ഡിസ്റ്റൻസും അവരുടെ കൺസേൺസ് ഉണ്ടാക്കുന്നുണ്ട് അബൌട്ട് സേഫ്റ്റി, ഹറാസ്മെൻറ്റ് ആൻഡ് വയലൻസ്. ഇതും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആബ്സെൻസ് ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സും കംഫർട്ടും കോൺഫിഡൻസും പെൺകുട്ടികൾക്ക് കൊടുക്കുന്നില്ല. ഈ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സേഫ്റ്റി ഇഷ്യൂസും അവരുടെ അറ്റൻഡൻസിനെയും റിട്ടൻഷനെയും ലേണിംഗ് ഔട്ട്കംസിനെയും ബാധിക്കുന്നുണ്ട്. പിന്നെ കൾച്ചറൽ ആൻഡ് റിലീജിയസ് നോംസ് ഉണ്ട്, അതും ഈ എഡ്യൂക്കേഷനെ ബാധിക്കുന്നുണ്ട്. ചില കമ്മ്യൂണിറ്റീസിൽ ഭയങ്കര റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര നിയന്ത്രിക്കുന്ന പല ബിലീഫ്സും ഉണ്ട്. അതായത് ഫീമെയിൽ മൊബിലിറ്റി, ഡ്രസ് കോഡ്, ജെൻഡർ റോൾസ്, ഇതൊക്കെ അവർക്ക് എഡ്യൂക്കേഷനെ ഒരു എന്താ പറയുക, എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് എന്ന് പറയുന്നത് പലരും അൺനെസസറി ആയിട്ടാണ് കാണുന്നത്, അൺഡിസൈറബിൾ ആണ്. അത് വേണ്ട, ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനപ്പുറത്തേക്ക് പഠിക്കേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റീരിയോടൈപ്സ് അബൌട്ട് വുമൺ റോൾസ് പെൺകുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. അവർക്ക് പലപ്പോഴും ഹയർ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ സയൻസ്, ടെക്നോളജി ആൻഡ് ലീഡർഷിപ്പ് ഫീൽഡ്സിലൊന്നും പഠിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാരിയേഴ്സ് വിത്തിൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻഇക്വാലിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു ജെൻഡർ ബേസ്ഡ് കരിക്കുല, lack of gender sensitive teaching methods, inadequate teacher training and absence of supportive policies. അപ്പോൾ സ്കൂൾസ് ഇങ്ങനെ ഫെയിൽ ചെയ്യുന്നുണ്ട് ഒരു ഇൻക്ലൂസീവ് എൻവയോൺമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ, ദാറ്റ് എൻകറേജ് ഗേൾസ് പാർട്ടിസിപ്പേഷൻ ആൻഡ് കോൺഫിഡൻസ്. സോ അഡീഷണലി ലാംഗ്വേജ് ബാരിയേഴ്സ്, ലാക്ക് ഓഫ് ഡിജിറ്റൽ ആക്സസ് ആൻഡ് ലിമിറ്റഡ് കരിയർ ഗൈഡൻസ് ഒക്കെ പെൺകുട്ടികളുടെ എഡ്യൂക്കേഷണൽ അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ മോഡേൺ കോണ്ടെക്സ്റ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ മെൻസ്ട്രൽ ഹൈജീനും അഡോളസെൻ്റ് ഹെൽത്തും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലാക്ക് ഓഫ് അവയർനെസ്, സ്റ്റിഗ്മ ആൻഡ് ഇൻഎഡ്യൂക്കേറ്റ് ഫെസിലിറ്റീസും ഈ കുട്ടികളെ ഡ്രോപ്പ് ഔട്ട് ആക്കുന്നുണ്ട്. യുനെസ്കോ പറയുന്ന പോലെ ഒരുപാട് പെൺകുട്ടികൾ ഈ മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് പ്രോപ്പറായിട്ട് അവർക്ക് സ്കൂളിൽ പോകാനായിട്ട് പറ്റുന്നില്ല. ഈ ഇൻ്റർസെക്ഷൻ ഓഫ് ജെൻഡർ വിത്ത് കാസ്റ്റ്, ക്ലാസ് ആൻഡ് റൂറൽ അർബൻ ഡിസ്പാരിറ്റീസ് പിന്നീട് ഈ ബാരിയേഴ്സിനെ ഇൻറ്റൻസിഫൈ ചെയ്യുന്നുണ്ട്. മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്നുള്ള കുട്ടികൾ, മൈനോറിറ്റി ഗ്രൂപ്പ്സിൽ നിന്നുള്ള കുട്ടികൾക്ക് ഒരുപാട് മൾട്ടിപ്പിൾ ഡിസഡ്വാൻറ്റേജസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്. പോവർട്ടി ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ലാക്ക് ഓഫ് ആക്സസ് ടു ക്വാളിറ്റി സ്കൂൾസ് ഉണ്ട്. ഇതെല്ലാം ലോവർ ലിറ്ററസി റേറ്റ്സും ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസുമാണ് ഈ ഗ്രൂപ്പ്സിന് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഗവൺമെൻറ് കുറേ ഇനീഷ്യേറ്റീവ്സ് ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസ് ആയ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയ, മിഡ് ഡേ
മിഡ് ഡേ മീൽ സ്കീം, സ്കോളർഷിപ്സ് ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ പോളിസീസ് ഒക്കെ ഗേൾസ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള യുനെസ്കോയും യുനിസെഫും ഒക്കെ ഈ ജെൻഡർ ഇക്വാലിറ്റി എഡ്യൂക്കേഷനിൽ കിട്ടാൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അലൈൻഡ് വിത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 4 ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് SDG ജെൻഡർ ഇക്വാലിറ്റി. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ പെൺകുട്ടികൾ ഒരുപാട് ബാരിയേഴ്സ് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നതിന് തടസ്സമായി അവർക്ക് നിൽക്കുന്നുണ്ട്. അതിൽ സോഷ്യൽ നോംസ് ഉണ്ട്, എക്കണോമിക് കൺസ്ട്രെയിൻസ് ഉണ്ട്, സേഫ്റ്റി കൺസേൺസ്, കൾച്ചറൽ ബിലീഫ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിമിറ്റേഷൻസും ഉണ്ട്. സോ ഈ ചലഞ്ചസിനെ ഓവർകം ചെയ്യണമെങ്കിൽ കളക്റ്റീവായിട്ടുള്ള എഫേർട്ട് വേണം, പോളിസി റിഫോം വേണം, അവയർനെസ് പ്രോഗ്രാംസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ജെൻഡർ സെൻസിറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റംസ് വേണം. അപ്പോൾ എഡ്യൂക്കേറ്റിംഗ് എ ഗേൾ എന്ന് പറയുന്നത് ഇക്വാലിറ്റിയുടെ മാത്രം ഒരു കാര്യമല്ല, അത് വളരെ അത്യാവശ്യം കൂടിയാണ്. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനും ഒരു സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ്സിനും, ഏതൊരു രാജ്യത്തിൻ്റെയും സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ്സിനും അത് വളരെ ഹെൽപ്ഫുൾ ആണ്. മലാല യൂസഫായി പറഞ്ഞ പോലെ വി കനോട്ട് ഓൾ സക്സീഡ് വെൻ ഹാഫ് ഓഫ് us are held back. താങ്ക് യു.